എൻ്റെ പേര് ഗ്രേസമ്മ. എനിക്ക് 74 വയസ്സുണ്ട്. എനിക്ക് 4 പിള്ളേരാണ്, 3 ആൺകുട്ടികളും 1 പെൺകുട്ടി. മൂത്തയാൾ ബിസിനസ് ലോയറാണ്, അവൻ ബോംബെയിലാണ്. രണ്ടാമത്തെ പെൺകുട്ടിയാണ്, അവളെ ഞാൻ പാലക്കാട് കെട്ടിച്ചു. അവൾ നല്ല കുക്കിങ്ങാണ്. ഇനി 3-മത്തത് ഡോക്ടറാണ്, അവൻ അശ്വിനിയിലുണ്ട്. 4-മത്തത് അമേരിക്കയിലാണ്, അവൻ സയൻറ്റിസ്റ്റാണ്. കലയോടും കൃഷിയോടും എല്ലാം താല്പര്യമുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ബൈബിളിനോടാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ കയ്യിൽ ഒത്തിരി വരച്ച പടങ്ങളും ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ് മണി ചെയ്തുകളെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരും ബന്ധക്കാരും സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും ഞാൻ അങ്ങനെ കൊടുത്തു വിടും. അതുകൊണ്ടെല്ലാം അവരുടെ വീടുകളിലായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളൂ. പെയിൻറ്റിങ് പരിപാടി എനിക്കിഷ്ടമാണ്. പിന്നെ ഹാൻഡ് എംബ്രോയിഡറി എനിക്കിഷ്ടമാണ്. തയ്യൽ വലിയ ഇഷ്ടമില്ല, ഇപ്പം പേടിയാണ് തയ്യലിനോട്. അതിങ്ങനെ മെഷീൻ അടിച്ചു വരുമ്പോൾ എനിക്കൊരു പേടി വരിക. അല്ല, തയ്യലും എനിക്കിഷ്ടമായിരുന്നു. പിന്നെ മെറ്റൽ എംബോസിങ് എനിക്കിഷ്ടമാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കൈവരലൊക്കെ ഇപ്പോൾ കഴയ്ക്കാൻ തുടങ്ങി. ക്യാൻവാസയിലുള്ള പണിയാണെങ്കിൽ വളരെ എളുപ്പം. റെഡിവെയർ ഉണ്ടാക്കുന്നത് ഒത്തിരി ഉണ്ടാക്കി അത് ഒരു പാട് പിടിച്ച പണിയാണ്. അതിൻ്റെ നമ്പർ തെറ്റിപ്പോയാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തലയ്ക്ക് ഇച്ചിരി വർക്ക് ചെയ്യണം. അതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനേക്കാളും എനിക്കിഷ്ടം ഈ വരയാണ്. ഞാൻ ചെറുപ്പത്തിൽ കാര്യമായിട്ട് വരയൊന്നുമില്ല. പക്ഷെ 10ാം ക്ലാസ്സിലെ ബയോളജിക്ക് നമുക്ക് ഇഞ്ചി, പാറ്റ, അരണ അതൊക്കെ വരയ്ക്കണമല്ലോ. അതൊക്കെ നന്നായി വരച്ച് ബയോളജിയിൽ ശരിയാക്കുമായിരുന്നു. റെക്കോർഡ് ബുക്ക് റെഡിയായി ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഒരു താമസം വന്നു. എൻ്റെ ഹസ്ബൻഡ് 34 വയസ്സിൽ മരിച്ചു. 4 കുട്ടികൾ, ഇളയതിന് 1.25 വയസ്സ്, മൂത്തതിന് 14 വയസ്സ്. 10ലോട്ട് കയറിയതേ ഉള്ളൂ. 2 മാസം ആയതേ ഉള്ളൂ 10ലോട്ട് കയറിയിട്ട്. അത് കഴിഞ്ഞ് തന്നെ ഇരുന്ന് എനിക്ക് സ്വയം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായതായി വര. എനിക്ക് ഈ വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഞാനിങ്ങനെ ഓരോന്ന് കാണാൻ പോകും, ഓരോ എക്സിബിഷനൊക്കെ കാണാൻ പോകും. അപ്പോൾ അതിനകത്ത് ഓരോ സാധനങ്ങൾ കാണുമ്പം പക്ഷേ അത് വരയ്ക്കണമല്ലോ, അതിനുള്ള ഒരു ടെൻഡൻസി എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. അങ്ങനെ ഓരോന്ന് വരച്ചാണ് ഈ കഴിവ് ഇത്രയായത്. മനുഷ്യൻ്റെ സാഹചര്യം പോലെ ഇരിക്കും, ഓരോരുത്തരുടെയും ജീവിത രീതി പോലെ ഇരിക്കും. പക്ഷേ ഈ വരയെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാൻ വരയ്ക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു എൻ്റെ പിള്ളേരുടെ മക്കൾ പെൺകുട്ടികൾ വരയ്ക്കാൻ തുടങ്ങി. നല്ല നല്ല പടങ്ങൾ അവർ വരച്ച് എന്നെ കാണിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ആ വരയുടെ കഴിവ് ആ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാവരും വെറുതെ ഇരിക്കാതെ, വീടുകളിൽ വെറുതെ ഇരുന്ന് TV സീരിയൽ കണ്ട് സമയം കളയാതെ എന്തെങ്കിലും തരത്തിൽ വരയോ എന്തെങ്കിലും തരത്തിൽ ബിസി ആകുന്ന സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. അത് അവനവൻ്റെ കഴിവിനനുസരിച്ച്. ഈ കൃഷി കാര്യങ്ങളാണ് കൃഷി, വരയാണെ വര, തയ്യലാണെ തയ്യൽ, സ്ത്രീകൾ ബിസിയായി ഇരിക്കുന്നതാണ് വളരെ ഇഷ്ടം എനിക്ക്.